ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും കോഡ് ക്രാഫ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ബ്ലൈൻഡ് ബാഗ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അതിനായിട്ടൊരു സിസേഴ്സ് ആവശ്യമുണ്ട്. പിന്നെ ഞാൻ സ്റ്റിക്കർ ഒട്ടിക്കാൻ വെറുതെ നിങ്ങളെ കാണിച്ചതാണ്. പിന്നെ ഒരു സ്റ്റാപ്ലർ ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ബ്രഷ് പെന്നും ഉണ്ട്, ഒരു A4 ഷീറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ നമ്മുടെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഈ ബ്രഷ് പെന്ന് ഭയങ്കര മസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിന് നമ്മൾ ഹാഫ് ആക്കി ഫോൾഡ് ചെയ്യാം. കറക്റ്റും ഹാഫും എല്ലാം നമ്മളിതാ ഇങ്ങനെ പാതി പീസായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യണം. ഇപ്പോൾ ഒരു ബുക്കിനെ പോലെ കിട്ടിയിട്ട് കണ്ടോ, ഇങ്ങനത്തെ ഒരു ലൈൻ നിങ്ങൾക്ക് കിട്ടണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെയും നമ്മൾ സ്റ്റാപ്ലർ പിന്നൊന്ന് ചെയ്യാം. അപ്പോൾ ചെയ്താലോ? പക്ഷെ നമ്മൾ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഭാഗത്തില്ല, നമുക്ക് സാധനങ്ങൾ ഇടാൻ നമ്മൾ ഈ ഭാഗത്തൊന്നും ചെയ്യരുത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ പിന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം ഞാൻ ചെയ്യുന്നില്ല, ബിക്കോസ് ഇത് ഓൾറെഡി ഫോൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ആവാലോ. അപ്പം ഞാനിവിടെ ഏത് തീമാ കൊടുക്കുക? ഒരു ലവിൻ്റെ ഒരു തീം കൊടുക്കുക. അത് വേണ്ട, നമുക്കൊരു കേക്കിൻ്റെ തീം കൊടുക്കാം. ഓക്കെ, കേക്കിൻ്റെ തീമിന് എങ്ങനെയാണ് അടിച്ചിരിക്കുന്നത്? ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വരയ്ക്കാൻ പോകട്ടോ. തെറ്റൊക്കെ ഉണ്ടാവൂലേ? ഞാനിതൊരു 3 ലെയർ കേക്ക് ആയിട്ടാട്ടോ ചെയ്യുന്നത് ഫ്രണ്ട്സ്. ഞാനിത് വരയ്ക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ വരയ്ക്കട്ടോ. പിന്നെ എല്ലാവരും പറയും നമ്മൾ ഇതിൻ്റെ ബാക്കിലൊരു സാധനം എഴുതണം കേട്ടോ. അതൊക്കെ എഴുതാം. ഞാൻ ഇങ്ങനെയാട്ടോ ഒരു തീം ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻഡിൽസ് ചെയ്യാം. ഞാനിവിടെ ഒരു ക്യാൻഡിൽസ് മാത്രം കേട്ടോ. ക്യാൻഡിൽസ് വേണ്ട, കാരണം അതൊരു ബ്ലൈൻഡ് ബാഗിന് അതൊരു ബോറായിട്ട് ഫീൽ ചെയ്യും. പിന്നെ നമ്മളൊരു ബ്രഷ് പെൻസ് അൺബോക്സ് ചെയ്യാം. ബ്രഷ് പെൻസ് ഇല്ലെങ്കിൽ നമുക്ക് സ്കെച്ചും എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിവിടെ വേറൊരു സാധനം എഴുതാനുണ്ടായിരുന്നു, ബ്ലൈൻഡ് ബാഗ്. ഓക്കെ, ബ്രഷ് പെൻ ആണെങ്കിൽ നമുക്കത് സ്മൂത്തായിട്ട് കിട്ടും കേട്ടോ. ബ്ലൈൻഡ് ബാഗ് എഴുതിയാലൊന്ന് ഞാനിവിടെ അങ്ങനെ സ്പേസ് ഇട്ടിട്ടോ ചെയ്യുന്നത്. നമ്മുടെ വൃത്തി ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാട്ടോ, ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എഴുതുന്നുള്ളൂ. ഇനി നമുക്ക് കേക്കിൻ്റെ പോവാം. നമുക്ക് ഇനിയിപ്പോൾ ഒരു ഡെക്കറേഷൻ ചെയ്യാം. നമുക്ക് ഇതിനൊരു കണ്ണ് വരച്ചു കൊടുക്കാം. ഇവിടെ ഒരു കണ്ണ് വരച്ചു കൊടുക്കാം. തെറ്റി ഫ്രണ്ട്സ്, എടുത്ത് ജസ്റ്റ് ഒന്ന് മാറ്റി. എൻ്റെ വീട്ടിൽ എല്ലാ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ട്, സ്റ്റിക്കർ വൈസ് ഉണ്ട്. പക്ഷെ അത് എൻ്റെ വീട്ടിലാണ്. ഇപ്പം ഞാൻ എൻ്റെ കസിൻസിൻ്റെ വീട്ടിലാട്ടുള്ളത്. എല്ലാവരും വെക്കേഷൻസ്, ഞാൻ ഫ്രണ്ട്സ് ഞാൻ മറന്നുപോയി, വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. കാരണം ചില സ്കൂളിലൊക്കെ വെക്കേഷൻ മെല്ലെയാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്നെക്കൊണ്ടോ ചോദിച്ചത്. ഏപ്രിലിൽ അല്ല, ഒരു March 31 സ്റ്റാർട്ട് ചെയ്യലുണ്ട്.
ഞാൻ എൻ്റെ സ്കൂൾ ഇന്നലെ ആട്ടോ പോട്ടെ. അപ്പം ഇന്നലെയാണ് എനിക്കൊരു ഫ്രീ ടൈം എന്നെ കിട്ടിയത് വീട്ടിൽ. നമുക്ക് ഇവിടെ എവിടെയൊക്കെ ഒരു ഡെക്കറേഷൻ കൊടുക്കാം. ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കളറിങ്ങിലൊക്കെ പോകാം കേട്ടോ. പിന്നെ മറന്നാൻ പോയി, എൻ്റെ കസിൻ ചേട്ടനാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം അവൻ എനിക്ക് വേണ്ടി യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കല്ലേ. ഓരോ ദിവസവും എല്ലാ ക്രാഫ്റ്റ് വീഡിയോസും ഞങ്ങൾ അയച്ചു തരാം കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ക്യൂവി ഉണ്ടേ. ഇത് ഞാനിപ്പോൾ എൻ്റെ ഒരു ഊഹത്തിൽ ഞാൻ വരച്ചതാണ്. കോളായിട്ടുണ്ടോ ഒന്നും എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ വരച്ചെന്നേ ഉള്ളൂ. അടുത്ത നമുക്കിവിടെ കുഞ്ഞി കുഞ്ഞി കേക്ക്സ് വരച്ചാലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും കളറിന് പോവാം. ചിലവർക്ക് മടിയൊക്കെ ഉണ്ടാവും, കളർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവുക. നമുക്കിവിടെ കപ്പ് കേക്ക് വരയ്ക്കാം. കളർ ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും ചെയ്യണം. പിന്നെ ഒരു റെഡ് ഹാർട്ട് ചെയ്യണേ. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. 2 days 3 days ഓൾവേസ് അത്രേ ഉണ്ടാവുള്ളൂ, അത്ര ദിവസങ്ങളായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. തെറ്റുന്നതിനെ കൊണ്ടാട്ടെ മായ്ക്കുന്നത്. പിന്നെ ഞാനൊരു 4 കപ്പ് കേക്കാണ്, ഇവിടെയും 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 ഇവിടെയും. എനിക്കൊരു അനിയത്തിയും ഉണ്ട് കേട്ടോ. അവൾ LKG-ലാണ്. അവളിപ്പോൾ ചോറ് തിന്നാൻ പോയതാണ്. ഞങ്ങൾ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അവളൊന്നും ചെയ്യാൻ പറ്റില്ല, കുഞ്ഞു കുട്ടി. അവളെങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കടി ക്ലൗഡിൻ്റെ വീഡിയോസൊക്കെ കാണുമെന്ന് പറയുന്നുണ്ട് അല്ലേ. അതൊക്കെ അടിപൊളിയാണ്. ആ ചേച്ചി ഉണ്ടാക്കുന്ന നല്ല രസമാണ് കേട്ടോ കാണാൻ. എനിക്ക് ആ ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. ആ ചേച്ചി ഉണ്ടാക്കുന്ന വീഡിയോ. പിന്നെ നമ്മുടെ നീനു ഷാജി ചേച്ചി ഉണ്ടാക്കുന്ന വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളെ ഫേവറേറ്റ് യൂട്യൂബർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. ലൈക്കും ചെയ്യണം കേട്ടോ. കുറേ പ്രാവശ്യം പറയുന്നത്. എൻ്റെ കസിനായിട്ട് അവിടെ പോയിട്ട് ഒരു കളിയാക്കി നോക്കി ചിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഭാഗത്തൊരു പിങ്ക് കളർ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പിങ്ക് കൊടുക്കാം. പാർട്ട് 2-ലൊക്കെ ചെയ്ത സാധനങ്ങളൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കാണണം. എന്നാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലേ എന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്ത് നിന്ന് സ്ക്വിഷീസൊക്കെ നിങ്ങളൊന്ന് കാണണേ. അത് പാർട്ട് 2-ലാണ്. നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണാൻ പറ്റും. ഈ തീം കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ഊഹത്തിൽ ചെയ്തതാട്ടോ. എൻ്റെ വീട് കോഴിക്കോടാണ്. എല്ലാവരും പറയാൻ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്, കല്ലായി കേട്ടോ.
രണ്ടല്ല ഒരാൾ. അതെൻ്റെ അനിയത്തി വന്നിട്ട് എന്നെ കൊണ്ടാണ് വെച്ച കളർ ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ നമുക്ക് കളർ ചെയ്താൽ മതി. ഇനി ഈ ഭാഗത്തിൻ്റെ കളർ കൊടുക്കട്ടെ. ഞാനേക്ക് നമുക്ക് വല്ല എന്ത് കൊടുക്കും? ഇനി ഗ്രേ കളർ കൊടുക്കാമല്ലോ. ആണോ, ചോക്ലേറ്റ് കളർ കൊടുക്കാം അല്ലേ? അതല്ലേ രസം. ചോക്ലേറ്റ് ഇത് ചോക്ലേറ്റ് തീം കേക്കാണേ. അങ്ങനെ ഞാനിപ്പോൾ പറയുന്നത്. അയ്യോ, അതിന് മുമ്പേ വേറൊരു നല്ല കാര്യമുണ്ടായിരുന്നു ഫ്രണ്ട്സ്. ഇതിന് മുന്നിൽ നമുക്ക് ഈ സംഭവം കൊണ്ട് ചെയ്യാൻ പിന്നെ ബ്ലാക്ക് കൊണ്ട് ജേട്ട അവിടെ ശബ്ദം ഉണ്ടാക്കുക. അയ്യോ നിർത്തടാ എടനെ വെറുപ്പിക്കല്ലേ. വീഡിയോ കൊടുത്ത് തരും പാവാണെന്നാലും കുറച്ചുണ്ടല്ലോ എനിക്ക് പിടിക്കില്ല അങ്ങോട്ട്. വെക്കേഷൻ എങ്ങനെ ആലോചിക്കുന്നില്ല. പിന്നെ അതിനായിട്ട് നല്ല ചിത്രക്കാരൻ എന്തൊക്കെയോ പണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വലിയ നല്ല അങ്ങോട്ട് പൊട്ടിക്കിട്ടു. എന്നിട്ട് എൻ്റെ അനിയത്തിനൊന്നും പറഞ്ഞില്ല. ഞങ്ങളവിടെയൊക്കെ ഓടി കളിക്കുക. ആടാ ഇനി നമുക്ക് നമ്മുടെ സ്വന്തം കപ്പ് കേക്കിനെ കളർ ചെയ്താലോ? ഞാൻ ഫസ്റ്റ് എല്ലാത്തിനും ഇങ്ങനെ ചെയ്യട്ടെ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഞാൻ ഇതിൻ്റെ ഉൾഭാഗം ഇല്ലേ, നമ്മുടെ ഈ സ്ക്വിഷി സംഭവങ്ങളൊക്കെ ഇവിടെ, അതൊക്കെ ഈ പാർട്ട് 2 ഞാൻ തരാം കേട്ടോ. പറയാൻ മറന്നില്ല. ഞാൻ അതിൻ്റെ ഒരു ഫസ്റ്റ് കേക്കിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാലോ, ഒരു മോഡൽ കിട്ടുന്നതിനെ കൊണ്ട് മാത്രം എല്ലാവർക്കും ഇഷ്ടമുള്ള സുഷി മോഡൽസൊക്കെ ഒന്ന് പറഞ്ഞു തരണേ. പിന്നെ ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഒരു സാധനം അത് എഴുതി കാണിച്ചിട്ട് ഞാൻ നിർത്തണ്ടേ. എഴുതാം. എന്തുമായിരിക്കും? ബ്ലാക്ക് 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 ബ്ലാക്ക്. അപ്പം ഞാൻ ആലോചിക്കുക എന്തൊക്കെ എഴുതണം. ഓക്കെ, അപ്പം അത്രയും സാധനങ്ങൾ എഴുതുന്നത് നമുക്ക് കളർ ചെയ്യാം. പർപ്പിൾ ബീച്ച് ഇത് നോർമൽ, അത് ഡാർക്ക് പിങ്ക് ആണ്. ലൈറ്റ് പിങ്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് പേർപ്പിൾ കാണിക്കാം. നമുക്ക് എഴുതാം. ഇതേ കളേഴ്സ് വെച്ചിട്ട് ഞാൻ എഴുതുന്നത് കേട്ടോ. എപ്പിക്കാണ് നമ്മൾ ഫസ്റ്റ് എഴുതുന്നത്. അടുത്തത് പിങ്ക്, ലൈറ്റ് പിങ്ക് ഞങ്ങൾ ക്യൂട്ടാട്ടോ എഴുതുന്നത്. ഇത് ഞാൻ അതിൻ്റെ അനിയത്തിയാണ്, നോക്കണ്ട.
പിന്നെ അത് അടുത്തത് ഞാൻ എഴുതുന്നത് ബ്യൂട്ടിഫുൾ ആണ്. എൻ്റെ അനിയത്തി അവിടെ എന്തൊക്കെയാണ് പറയണ്ടത്. അടുത്തത് വണ്ടർഫുൾ ആട്ടോ. വണ്ടർഫുൾ ആണ്. ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിനി അടുത്ത കോർ വീഡിയോയിൽ കാണാം. ബൈ ബൈ.